ഗുഡ് മോർണിംഗ്. അപ്പോ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്നൊരു പുസ്തകത്തെ പറ്റിയാ പറയുന്നത്. അതായത് നല്ല മനോഹരപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകം യഥാർത്ഥത്തിൽ ലോകത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. പക്ഷെ അത്ര വലിയ പുസ്തകമൊന്നുമില്ല. ജെയിംസ് അലന്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിന്റെ ആസ് എ മാൻ തിങ്കത്ത് എന്ന്, എന്തോ ഒരു മനുഷ്യന്റെ ചിന്തകളുമായി ബന്ധപ്പെട്ട ഈ പുസ്തകം പറയുന്നത് ജെയിംസ് അലൻ എഴുതിയത്. ചെറിയൊരു പുസ്തകമാണ്. 7 ചാപ്റ്ററുകൾ ആ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിൽ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ പ്രതിഫലനമായിരിക്കും അവന്റെ ജീവിതം. മനുഷ്യന്റെ മനസ്സിൽ, അപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമായിട്ട് അങ്ങ് കാണാം. ആ പൂന്തോട്ടത്തിൽ നമ്മൾ നല്ല വിത്തുകൾ ഇടുന്നു. അപ്പൊ നല്ല വിത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്, നല്ല ചിന്തകളാണ്. അപ്പൊ ആ പൂന്തോട്ടം ഇങ്ങനെ പരിപാലിച്ച് നമ്മൾ ചെയ്യുമ്പോൾ പൂന്തോട്ടത്തിൽ നമ്മൾ ചെടികളൊക്കെ പരിപാലിക്കും. ഒരു തോട്ടക്കാരൻ കാണും. അവിടെ മോശമായ ചിന്തകൾ വരാതെ, അല്ല മോശമായ രീതിയിൽ അറ്റാക്ക് ഒന്നും വരാതൊക്കെ ഇയാൾ എന്തോ ചെയ്യും? അത് സംരക്ഷിക്കും. മനസ്സിലാവുന്നു? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ പൂന്തോട്ടത്തിലും എന്ത് കിളിക്കും അതിനിടയ്ക്കൊക്കെ? കളകള്, അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ്. കനാലിൽ എന്ത് മനോഹരം. അപ്പൊ ഞങ്ങളുടെ നടത്തിയൊക്കെ ഈ കനാലിന്റെ ഭാഗത്തൂടാണ്. കനാലില് വെള്ളം തുറന്നു വിടുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. കാരണം ഇപ്പൊ കൊട്ടാരക്കര തൃക്കണവങ്ക പ്രദേശത്തുള്ള കുടിവെള്ളം ആയി മാറും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിനകത്ത്, അതായത് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ ആ പൂന്തോട്ടമാകുന്ന ആ ചിന്തകളുടെ ആ തോട്ടത്തിൽ ഈ കളകളും വന്ന് കയറും. മനസ്സിലാവുന്നു? ദാറ്റ് ഈസ് അവർ ബാഡ് തോട്ട്സ്. അതെ, അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പുഴുതു കളയുക എന്നുള്ളതാണ്, അതിനെ പറിച്ചു കളയുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നു? എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഭയപ്പെടുകയല്ല. ഇത്തരത്തിലുള്ള അയ്യോ ഇനി എൻ്റെ കൃഷിയെല്ലാം നശിച്ചോ എന്നല്ല, എൻ്റെ ചെടികളെല്ലാം നശിച്ചോ എന്ന് വിചാരിക്കേണ്ട. നേരെ മറിച്ച് അതിനെ പുഴുതു മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താമെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഐഡിയ കിട്ടിയോ? പക്ഷെ ഈ പുസ്തകത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇത് ബൈബിളിൽ ഒരു വാക്യവുമായി ബന്ധപ്പെട്ട ആസ് എ മാൻ തിങ്കത്ത് എന്ന് പറഞ്ഞ ജെയിംസ് അലന്റെ ഒരു വേർഡ്, ഇത് യഥാർത്ഥത്തിൽ ബൈബിളിലുള്ളൊരു വാക്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട്, എന്തോ ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. മനസ്സിലാവുന്നോ? നീ എന്താണോ നിന്റെ മനസ്സിൽ ചിന്തിക്കുന്നത് നീ അതായി മാറും. മനസ്സിലാവുന്നോ? ഐഡിയ കിട്ടിയോ? അങ്ങനെ അന്നേരം നമ്മള് ഈ 7 ചാപ്റ്ററുകളെ ഞാനിങ്ങനെ ഫ്രണ്ടൂടെ കാണിച്ചു പോകുന്നത് എന്താണെന്നറിയാം? ഇത് കൈ പിടിക്കാൻ പാടാ തിരിച്ചിങ്ങോട്ട്, കേട്ടോ? അപ്പൊ നമ്മൾ 7 ചാപ്റ്റർ ഏതൊക്കെയാന്നാ പറയുന്നത്? നിങ്ങൾ ഒരു പുസ്തകം അങ്ങ് വായിച്ചു തീർക്കുക. ഈ കേൾക്കുന്നവരായാലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും ആ പുസ്തകം നിങ്ങളുടെ ജീവിതത്തെ അങ്ങ് പഠിച്ചെടുക്കുക. മനസ്സിലാവുന്ന മോനെ? ആ ചാപ്റ്ററിൽ ആദ്യത്തെ പാഠം, ഞാൻ 7 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ആ 7 ചാപ്റ്ററിന്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, ആ പുസ്തകത്തിന്റെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് തോട്ട് ആൻഡ് ക്യാരക്ടർ എന്നുള്ള, എന്തോ തോട്ട് ആൻഡ് ക്യാരക്ടർ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ 1ാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ. 2ാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കംസ്റ്റാൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ 2ാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ എഫക്ട് ഓഫ് തോട്ട് ഓൺ സർക്കംസ്റ്റാൻസസ്. നമ്മൾ ആലോചിച്ചോണം, നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചുണ്ടാകുന്ന നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഓർത്തോണം, നമ്മുടെ ചാൾസ് ഡീക്കൻസിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ദ ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ഈ സാഹചര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ്. ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇച്ചിരി നേരം മുന്നോട്ടൊക്കെ ഒന്ന് പിടിച്ചു. കൈ വേനെടുക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് 2ാമത്തെ പോയിന്റ് എന്തോ? എഫക്ട് ഓഫ് തോട്ട് ഓൺ സർക്കംസ്റ്റാൻസസ്. മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞ എഫക്ട് ഓൺ തോട്ട് ഓൺ ഹെൽത്ത് ആൻഡ് ബോഡി. എന്തോ അടുത്തെന്തോ? ഞങ്ങളെ ഇടയ്ക്ക് കാണിച്ചു പോണം. എന്തോ? എഫക്ട് ഓൺ തോട്ട് ഓൺ എന്തോന്ന് പറഞ്ഞേ? ഹെൽത്ത് ആൻഡ് ബോഡി. അടുത്ത അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ തോട്ട് ആൻഡ് പർപ്പസാ. അടുത്തെന്തോ? തോട്ട് ആൻഡ് പർപ്പസ് ആണ് അദ്ദേഹം പറയുന്നത്. വേറൊരു സംഭവം. മനസ്സിലായോ?
അപ്പൊ അദ്ദേഹം പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? എത്ര ചാപ്റ്റർ ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞേ? 7 ചാപ്റ്ററുകളാ ഉള്ളത്. അതിലൊരു ഒന്നാമത്തെ എന്തോന്ന് പറഞ്ഞേ? ഒന്നാമത്തെ എന്താ? നമ്മുടെ തോട്ട്. എന്താണ്? നമ്മുടെ തോട്ടാണ്. നമ്മുടെ തോട്ടിനെ പറ്റിയാണ് എന്തോന്ന് പറഞ്ഞേ? ഒന്നാമത്തെ അതിനകത്ത് പറയുന്നത് തോട്ടും നമ്മുടെ ക്യാരക്ടറും ഒന്നാമത് പറഞ്ഞു. എഫക്ട് ഓഫ് തോട്ട് ഓൺ സർക്കംസ്റ്റാൻസസ് പറഞ്ഞു. എഫക്ട് ഓൺ തോട്ട് ഓൺ ഹെൽത്ത് ആൻഡ് ബോഡി പറഞ്ഞു. തോട്ട് ആൻഡ് പർപ്പസ് പറഞ്ഞു. പിന്നെ അയാളുടെ ഒരു പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു ചോദിച്ചാൽ, അല്ല അതിനകത്തൊരു പാഠം എന്ന് പറഞ്ഞാൽ ഇത് തോട്ട് ഫാക്ടർ ഇൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. പിന്നെ എന്ന് പറഞ്ഞാൽ വിഷൻ എന്ന് പറയുന്ന ഒരു വിഷൻ ആൻഡ് ഐഡിയൽസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. പിന്നെ ഏറ്റവും അവസാനം അത് പറയുന്നത് ഇങ്ങനെ എല്ലാ കൺസെപ്റ്റുകളും പോയി നമ്മൾ അവസാനം ചെയ്യുന്നു, നമ്മൾ ശാന്തത നേടിയെടുക്കുന്നു. മനസ്സിലാവുന്നു? അതാണ് അദ്ദേഹം ആസ് എ മാൻ തിങ്കത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ജെയിംസ് അലൻ പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ ഒന്നാം ഒരു പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് ആൻഡ് ക്യാരക്ടറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ജീവിതം കൈ വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ചിന്തകൾ വളരെ ഇമ്പോർട്ടൻ്റാ. നേക്കൂട്ടാ, മനസ്സിലാവുന്നോ? നിയമോളെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സക്സസ് ആകുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ തോട്ടിനകത്തുള്ള പ്രശ്നമാണ്. നിങ്ങൾക്കൊരു എക്സ്ട്രീം തോട്ട് ഉണ്ടാവണം. അതാണ് സ്കൂളിലൊക്കെ സാറുമാർ പറയുന്നത്, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടോ? നിങ്ങളുടെ ഡിസയർ എന്താണ്? നിങ്ങളുടെ മനസ്സിലാവുന്നു? നമ്മുടെ ഡിസയേഴ്സ് ഒരു നീഡ് പോലായി മാറണം. വായു കിട്ടിയില്ലേ പിടയ്ക്കത്തില്ലേ? അതുപോലെ നമ്മുടെ ലക്ഷ്യവും കൃത്യമായി നമുക്കുണ്ടായ ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിലെ ഓരോ ലക്ഷ്യങ്ങളെയും അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടെ നമ്മുടെ ഗോള് സ്മാർട്ട് ആയിരിക്കണം. ഈ സ്മാർട്ട് എന്ന വായുടെ നമുക്കറിയാലേ, SMART, സ്പെസിഫിക് ആയിട്ടൊരു എസ് എന്താണ്? സ്പെസിഫിക് ആയിരിക്കണം നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് M എന്ന് പറയുന്നത് എന്താണ്? അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റണം. പിന്നെ റിലയബിൾ, ആക്സസിബിൾ ആയിരിക്കണം. ടൈമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്മാർട്ട് ഗോളിനെ പറ്റി നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ടോപ്പിക്ക് നല്ലോണം പറഞ്ഞു തരേണ്ടി വരും. മനസ്സിലാവുന്നു? അതിന് നമുക്ക് വേറൊരു ദിവസം നമുക്ക് ജെയിംസ് അലന്റെ ഈ പുസ്തകത്തെ പറ്റിയാണ് പറയുന്നത്. ജെയിംസ് അലന്റെ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞേ? അപ്പം നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത് നമ്മുടെ തോട്ടിനനുസരിച്ചാണ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ജീവിതത്തിൽ നല്ലതാകുന്നു, ഞാൻ മിടുക്കനായി വരുന്നു, അങ്ങനെ പോസിറ്റീവ് ചിന്തകളാണ് നിങ്ങൾക്ക് വരുന്നത് എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പോസിറ്റീവായ ഒരാളായി മാറും. അപ്പൊ 21 ദിവസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ തോട്ട് പ്രോസസ് വരുമ്പോൾ അത് നിങ്ങളുടെ ക്യാരക്ടറായി മാറും. മനസ്സിലാവുന്നു? പപ്പ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറും ബിഹേവിയറും തമ്മിൽ വ്യത്യസ്തമാണ്. എന്തിനാ പപ്പ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ക്യാരക്ടറാണ് മാറേണ്ടത്. ഇപ്പം പപ്പ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരാളിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഹ്യൂമൻസിന്റെ നേച്ചറിനെ പറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിച്ചു. 4 പക്ഷികളെ വെച്ച് പപ്പ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്? മൂങ്ങ, പ്രാവ്, മയില്, പരന്ത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ BEdലോ അല്ലെങ്കിൽ സൈക്കോളജിയിലൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ക്യാരക്ടറായി വരുന്നത് ഭയങ്കരമായ തോട്ട് പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചിന്തിച്ച് ചിലർ തന്നെ ആ ക്യാരക്ടർ അത്തരത്തിലായി മാറുന്നതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നതും ചിലർ പരാജയപ്പെടുന്നതും. മോശമായ ചിന്തകളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അല്ല സോറി, ഈ കളയെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? എന്തോ പറഞ്ഞേ? മോശപ്പെട്ട ചിന്തകൾ വരുമ്പോൾ അത് എന്ത് ചെയ്യണം? പറിച്ച് കളയാൻ പറ്റണം. മനസ്സിലാവുന്നോ? എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിന്ത വരാതിരിക്കൂ. അത് നിങ്ങൾ പഠിക്കണം. ഒരു ദിവസം എത്ര തോട്ട് വരും? നിയർലി മോർ ദാൻ 50,000 തോട്ട്സ് ആർ കമ്മിങ്. മനസ്സിലാവുന്നോ? അപ്പൊ ഇയാൾ വിചാരിച്ചാൽ അത് നിർത്താനൊന്നും പറ്റത്തില്ല. ആ തോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഐഡിയ കിട്ടിയോ? അപ്പൊ ആ തോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു ഇമ്പോർട്ടൻസ്, അതായത് ഞാൻ പപ്പ ഇപ്പൊ എന്താ പറഞ്ഞേ, ആ ചിന്തകളെ കൂടുതലായി ചിന്തിക്കാൻ കഴിയണം. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണം, എനിക്ക് IAS ആവണം, അല്ലെ IPS ആവണമെന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ തോട്ടുകളുടെ എണ്ണം കുറഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നായി മാറും. അപ്പം അത്തരത്തിലേക്ക് ചിന്തിച്ച് നിങ്ങൾ സ്ഥിരമായി ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ക്യാരക്ടറായി മാറും. മനസ്സിലാവും? ക്യാരക്ടർ ആവുന്ന എങ്ങനെയാണ്? ഈ ചിന്ത എന്തോ ആയി മാറും, എന്തോ ആയി മാറും. ചുണയുണ്ടേ പറ, കഴിവുണ്ടേ പറ. ക്യാരക്ടർ ആവുന്നതിന് മുമ്പ് ഒരു സാധനം ആയാലേ ക്യാരക്ടർ ആവും.
ഹാബിറ്റ് ഹാബിറ്റ് ആവുന്നു. അപ്പൊ ഹാബിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്തോ തോട്ട് ഹാബിറ്റ് ആയാൽ എന്തോ ചെയ്യും? പ്രവർത്തിക്കും. എന്താ ഇങ്ങനെ ചിന്തിച്ച് ഒരു കാര്യം IAS ആവണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അങ്ങ് ഇരുന്ന് IAS ആവുമോ? ഇല്ല, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ പഠിച്ചോണം. അപ്പം തോട്ട് എന്തായി മാറി? വർക്കായി മാറി, പ്രവൃത്തിയായി മാറി, ആക്ഷനായി മാറി. മനസ്സിലാവുന്നു? തോട്ട് എന്തായി മാറണം? ആക്ഷനായി മാറണം. ആക്ഷൻ എന്തായി മാറണം? ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സിഗരറ്റ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് വലിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ക്യാരക്ടറായി മാറും. മനസ്സിലാവുന്നു? എന്ത് ആക്ഷൻ ആണോ നിങ്ങൾ നല്ലോണം കളയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ പറയും, ഓ നല്ല പണിക്കാരന്. മനസ്സിലാവുന്നോ? അപ്പൊ എന്ത് ചെയ്യും? തോട്ട് ആക്ഷൻ ആവും, ആക്ഷൻ ക്യാരക്ടറായി മാറും. അങ്ങനെ ഒരു 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തോ ക്യാരക്ടറിന്റെ ഫോർമേഷൻ തുടങ്ങും. ഒരു 90 days ഒക്കെ ആകുമ്പോഴും അതങ്ങ് പതിയും. മനസ്സിലാവുന്നു? അപ്പം തിങ്സ് എന്തോ ആയി മാറി? ആക്ഷനായി മാറി. ആക്ഷൻ എന്തായി? ക്യാരക്ടറായി. ഇപ്പൊ ഇനി പഠിച്ചോ എങ്ങനെയാണ് അയാൾ പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ എന്തോന്ന്? അങ്ങനെ തോട്ട് എന്തോ ആയി മാറി? ക്യാരക്ടറായി മാറി. ഡൗട്ട് ഉണ്ടോ? ഇതാണ് ആ ചാപ്റ്റർ. അപ്പം ക്യാരക്ടർ എവരിവൺ, അതിനകത്ത് ആ പുസ്തകത്തിൽ ചാൾസ് ഡീക്കൻസ് മറ്റേ പുസ്തകത്തിൽ പറയുന്നത് എന്തായിരുന്നു? ദ ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരെണ്ണത്തിനകത്ത് എനിക്കതിനകത്ത് പറയാനുള്ളത്, എവരിവൺ ഹാവ് ദ ക്യാരക്ടർ ഫ്ലോ ദാറ്റ് ബ്രേക്ക് ഔട്ട് വെൻ ദേ ആർ ഗെറ്റിംഗ് ദ സർക്കംസ്റ്റാൻസസ്. മോക്കും എനിക്കും ഒക്കെ ഒരു സ്വഭാവ വൈകല്യമുണ്ട്. നമ്മളത് മറച്ചു വെച്ചേക്കാം. മനസ്സിലാവുന്നു? അതാണ് പറയാൻ പോകുന്നത്. അപ്പം ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. നമ്മൾ ബിഹേവ് ചെയ്യുക നല്ലവനാണ്, പക്ഷെ ക്യാരക്ടർ ഉള്ള ഒരാളെ കണ്ടുപിടിച്ചാൽ നമ്മുടെ സുഹൃത്ത് നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. കാരണം എന്താ? ക്യാരക്ടർ എപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അയാളുടെ ജീവിതത്തിൽ വരും. ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൂക്കഡ് തിങ്. മനസ്സിലാവുന്നു? പിന്നെ ബിഹേവ് ചെയ്യുകയും വേണം. നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് നല്ലതല്ലേ? മനസ്സിലാവുന്നോ? ഇനി കനാലിലെ വെള്ളമൊക്കെ ഒന്ന് അടുത്ത ഒരു പോയിന്റ് പറയാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് 7 പോയിന്റ് ഉണ്ട്, പെട്ടെന്ന് തീർക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്തോന്നറിയാം? വെള്ളം ഒന്നാണ് ഇത് കനാൽ. മനസ്സിലാവുന്നു? എന്റെ കൈ പരുത്തുപോയി. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫക്ട് ഓഫ് തോട്ട് ആൻഡ് സർക്കംസ്റ്റൻസസ്. ഞാൻ പറഞ്ഞല്ലോ ക്യാരക്ടേഴ്സ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന നമ്മളെ കൂടെ കാണിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ ക്യാരക്ടറെ അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ്. നമ്മുടെ ക്യാരക്ടർ സർക്കംസ്റ്റാൻസസിനനുസരിച്ച് മാറും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോ എന്ത് ചെയ്യും? ഈ ക്യാരക്ടർ സർക്കംസ്റ്റാൻസസിനനുസരിച്ച് മാറുമെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ രാവിലെ ഇങ്ങനെ നടക്കുന്നു, ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഈ സർക്കംസ്റ്റാൻസസ് ഉള്ളത് കൊണ്ടല്ലേ? അപ്പൊ ആ ചാൾസ് ഡീക്കൻസിന്റെ പുസ്തകത്തിൽ പറയുന്നത്, യഥാർത്ഥത്തിൽ ഒതല്ലോയില് ആ ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു കിൽ ദ കിങ്. മനസ്സിലാവുന്നു? അന്നേരം ആ സർക്കംസ്റ്റാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെന്തിലേക്ക് പോയത്? ആ തോട്ട് അവിടെ വരാൻ പോലും കാരണമായത്. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? നിങ്ങൾ ആ സാഹചര്യം ഉണ്ടാക്കി എല്ലാവരും സിഗരറ്റ് വലിക്കുന്നവരുടെ കൂടെ ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ടിലേക്ക് വരാം. അപ്പൊ എല്ലാരും പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ തോട്ടിലോട്ട് വരാൻ പറ്റും. മോശമുണ്ടോ? എല്ലാരും ക്രിക്കറ്റ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങളും വിചാരിക്കും ഒന്ന് ക്രിക്കറ്റ് കളിച്ചു കളയാന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ അപ്പച്ചൻ. ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എഫക്ട് ഓഫ് തോട്ട് ഓൺ ഹെൽത്ത് ആൻഡ് ബോഡി. എപ്പോഴും ചിന്തിക്കണം. ഇനി നമ്മളെ എന്ത് എഫക്ട് ഓഫ് തോട്ട് ഓൺ ഹെൽത്ത് ആൻഡ് ബോഡി. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഹെൽത്തും, അതായത് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ശരീരവും നിങ്ങൾ കൃത്യമായി സൂക്ഷിച്ചോണം. കാരണം എന്താണ്? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് നടക്കൂ? നിങ്ങൾക്ക് നല്ലൊരു ശരീരം ഉണ്ടായാലേ, നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായാലേ ഇത്തരത്തിലുള്ള മൈൻഡ് നല്ല ചിന്തയും വരും. മനസ്സിലാവുന്നോ? അപ്പൊ 3 പോയിന്റ് കഴിഞ്ഞു. എന്തൊക്കെയാണ്? തോട്ട് ആൻഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ തോട്ട് ഓൺ സർക്കംസ്റ്റാൻസസ് പറഞ്ഞു. എഫക്ട് ഓഫ് തോട്ട് ഓൺ ഹെൽത്ത് ആൻഡ് ബോഡി പറഞ്ഞു. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ തോട്ട് ആൻഡ് പർപ്പസ്. ചിന്തിച്ചോണം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ IAS ആവാൻ വേണ്ടിയാ. ഫസ്റ്റ് യു സെറ്റ് ദ പർപ്പസ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ആ പുസ്തകം പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളായി തീരുന്നു എന്നല്ലേ പറഞ്ഞേ. അങ്ങനെ ആകുമ്പോ നിങ്ങൾ അത് എന്ത് ചെയ്യണം? പോയിന്റ് മനസ്സിലായോ? അത് നിങ്ങൾ എന്താക്കണം? തോട്ടം നിങ്ങളുടെ പർപ്പസ് ആയി മാറണം. ഇത് നിങ്ങൾ മനസ്സിലായോ? ഇനി ഒരു പോയിന്റ് എന്തുവാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പർപ്പസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ തോട്ട് ഓൺ ഫാക്ടേഴ്സ് ഓഫ് അച്ചീവ്മെന്റ്സ്. നിങ്ങൾ ഇതെന്തായാലും എന്തിനു വേണ്ടിയാ? നിങ്ങൾ പർപ്പസ് ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാ? IAS ആവാനോ IPS ആവാനോ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മന്ത്രി ആവാനോ, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനോ ആണല്ലോ.
അപ്പൊ പർപ്പസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് നേടണം. എന്തോ അത് നേടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോളുകളെ എന്താക്കി മാറ്റണം? നിങ്ങളുടെ തോട്ടുകളെ ഇന്നത്തെ ഷാർപ്പാക്കി മാറ്റണം, ഇന്നത്തെ സ്മാർട്ടാക്കി മാറ്റണം. ഇന്നത്തെ ചെയ്ത്, നാളത്തെ ചെയ്ത്, ഈ മാസത്തെ ചെയ്ത്, അങ്ങനെ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കണം. എന്തു മോനെ? കേട്ടില്ല? 1 മിനിറ്റ് ഗോൾ, അത് മനസ്സിലാവുന്നോ? അത് 1 മിനിറ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ നമ്മുടെ ഈ അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലിയർ ആയി. എന്താ വിഷനും മിഷനും, അതായത് നമ്മുടെ അച്ചീവ്മെന്റ്സ് വിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം എന്താ? നമ്മൾ പണ്ട് ആഗ്രഹിച്ച ആ ആഗ്രഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം വിഷൻ ക്ലിയർ ആയി. നമ്മുടെ വിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്തോ കിട്ടും? സ്വർഗം കിട്ടും. എന്തോ കിട്ടും? സ്വർഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ശാന്തത, പീസ്. അങ്ങനെ മനസ്സിലായോ? ഓരോരുത്തരുടെ സ്വർഗം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതാണ് ആര് പറഞ്ഞത്? ജെയിംസ് അലൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞത്. ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹേർട്ട് സോ ഈസ് ഹി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഈ ചാപ്റ്ററിനെ പറ്റി പറയണോ? എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമ്മള് ചേട്ടാ എനിക്കൊരു ചായ, നിങ്ങൾക്ക് എന്താണോ? ഞാൻ കനാലിൽ വെള്ളം തുറന്നു വിട്ട ആൾക്കാരെ ഒന്ന് കണ്ടോട്ടെ. ഇതാണ് ഞങ്ങളിപ്പോൾ വീട്ടിൻ്റെ അവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററോളം നടന്നിവിടെ വന്നു കഴിഞ്ഞു. 3-3.5 കിലോമീറ്ററാണ്. തൃക്കണമംഗലിൽ നിന്ന് സദാനന്ദപുരത്തെത്തി. ഇവിടെ കണ്ടോ, അതിമനോഹരമായ ബദാം മരം, നല്ല തണല്. അറ്റ് എനി ടൈം നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബദാം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പറിച്ച് പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ അണ്ടിപ്പരിപ്പ് കിട്ടും, അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു കൊച്ചു കട ഈ പ്രദേശത്തെ ഏക കടയാണ്. ഇങ്ങനെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. കനാലുണ്ട്. ഇവിടെ വന്നാൽ അവിടുന്ന് സ്റ്റെപ്പുണ്ട്, ഇറങ്ങി കുളിക്കാം. കുളിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടെ പോയി ഒരു ചായ ഓർഡർ ചെയ്യാം. ഈ നേഹ ഇരിക്കുന്ന പോലെ എല്ലാവർക്കും ഈ സ്ഥലത്തിരിക്കാം. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇനി എന്താ പരിപാടി? പർപ്പസ് ഉണ്ടായാൽ നമ്മളത് അച്ചീവ് ചെയ്യണം. അപ്പൊ നമ്മള് ക്യാരക്ടർ തന്നെ ഫോം ചെയ്യുന്നത് കുറെ പ്രാവശ്യം നമ്മളിങ്ങനെ ചിന്തിച്ച് അത് പിന്നെ മീൻസ് അത് വർക്കായി മാറി, നമ്മൾ അതിനെ വർക്ക് ചെയ്ത് പിന്നെ അത് ക്യാരക്ടറായി മാറുന്നു. എന്നാൽ ഒരാൾ അത് അച്ചീവ് ചെയ്തില്ലെങ്കിലും, അത് നമ്മൾ അച്ചീവ് ചെയ്തില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യമുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരാൾ കിളച്ചുകൊണ്ടേയിരിക്കുന്നു. അയാൾ ഇടുന്നത് പാവല് നടുകയാണ്. ആദ്യത്തെ പ്രാവശ്യം പാവല് നട്ട് അയാൾക്ക് മനസ്സിലായി, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായി തീർന്നത്, കൃഷി നല്ല രീതിയിലാകാഞ്ഞത് എന്തുകൊണ്ട്. അപ്പൊ അയാൾ കുറച്ച് അഡ്വൈസ് മേടിക്കാൻ തുടങ്ങും. എന്തു ചെയ്യും? കുറച്ചുകൂടെ അറിവുള്ള ഒരാളോട്, അല്ലെങ്കിൽ ഒരു മെൻറ്ററോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല കർഷകനോട് ചോദിക്കാം എന്താണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഇയാൾ ഈ രീതിയിൽ ഇച്ചിരി കൂടെ നല്ല ബെറ്റർമെന്റ് ആക്കി. മനസ്സിലാവുന്നു? നമ്മൾ അടുത്ത പ്രാവശ്യം അതിലും ഇച്ചിരി കൂടെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നു? അപ്പൊ ഓരോ സമയത്തും നിങ്ങളിത് ഒരു കാര്യം ആക്ഷൻ കൃത്യമായി ചെയ്തുകൊണ്ട്, നമ്മൾ ടൈപ്പ് പഠിക്കുമ്പോൾ ആദ്യം പപ്പൊക്കെ പഠിക്കാൻ പോകും ASDF:LKJ ഇങ്ങനെ അടിച്ചു. അത് എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ പോലും അറിയാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ഓട്ടോ സജഷൻ. എന്താ? ആ മോഡിലോട്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എന്തായി മാറുന്നു? ഒന്ന് പിടിച്ചങ്ങോട്ട്. നമ്മൾ അറിയാതെ തന്നെ എന്തായി മാറും മോനെ? നമ്മൾ ആ രീതിയിൽ, ഹായ് ചേച്ചി നമസ്കാരം കേട്ടോ, എന്താ ചേച്ചി? എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓട്ടോ സജഷൻ മെത്തേഡിലേട്ടോ. അന്നേരം മോൻ പറയുന്ന ഒരു കാര്യം മനസ്സിലായോ? ഒരു ക്യാരക്ടർ ഉണ്ടായി കഴിഞ്ഞിട്ട് അയാൾ അച്ചീവ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തോട്ട് വന്നു, അത് ക്യാരക്ടറായി മാറുന്നു. അത് നിങ്ങളുടെ ആക്ഷനായി തോട്ട് വന്നു, അത് നിങ്ങളുടെ ആക്ഷനായി മാറി, അത് നിങ്ങളുടെ ക്യാരക്ടറായി. ആ ക്യാരക്ടർ കൊണ്ട് നിങ്ങൾ അച്ചീവ്മെന്റ് നേടുന്നു. അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അച്ചീവ്മെന്റ് അല്ല, അതിന് മുമ്പ് ഒരു പർപ്പസ് ഉണ്ടാക്കുന്നു. ആ ക്യാരക്ടർ വെച്ച് ആ ക്യാരക്ടർ നിങ്ങളുടെ ശരീരവും മനസ്സും അതുപോലെ സെറ്റാക്കി എടുക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളത് അച്ചീവ്മെന്റ് ആകുന്നു. അച്ചീവ്മെന്റ് നിങ്ങളുടെ വിഷനായി മാറുന്നു. വിഷനായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസ് ആവുന്നു. നിങ്ങൾ ആ മാന്യമായ രീതിയിൽ എത്തിച്ചേരുന്നു. ഐഡിയ കിട്ടിയോ? ഇനി ആ സംശയത്തിന് ദൂരീകരണമായോ? റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ നിങ്ങൾക്ക് ബെറ്റർമെന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ക്ലോസ് ചെയ്തു.